another episode of Comedy Masters. കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ ആരംഭിക്കുമ്പോൾ വളരെയധികം മധുരം നിറഞ്ഞൊരു എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നമ്മൾ തുടക്കം വിടുന്നത്. ഇന്ന് ഇത് കഴിച്ച് ചിരിച്ചു അയ്യോ എനിക്ക് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു തമാശയാണ്. ഷൂട്ടിങ്ങിന് നമ്മൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇന്ന് ഏത് സ്വീറ്റ് നമ്മൾ ഓർഡർ ചെയ്യും എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ബട്ടർ ബൺ. എത്ര ഡയറ്റ് നമ്മൾ പിടിച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ബട്ടർ ബൺ നമ്മൾ കഴിക്കാന്നുള്ളൊരു ശീലമാണ്. ഒന്നെല്ലാം തുടങ്ങുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒരു ലോഡ് മധുരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡയറ്റ് ഫുഡ് ആണോ? ഞാനേ ഇന്ന് രാവിലെ ഷുഗർ കട്ട് തുടങ്ങിയതേ ഉള്ളൂ. വൈകുന്നേരം കുഴപ്പമില്ല, നിനക്ക് ആ ഷുഗറിനെ മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ട് കട്ട് തിന്നാം, ഒരു പ്രശ്നമില്ല. ഇത് ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത് സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം മലബാറിൽ നിന്നും ചേച്ചിമാരാണ്. ഹായ്, ഹലോ. ഈ ചേച്ചിമാരെന്ന് പറയുന്നത് അസാധ്യ ഷെഫുമാരെന്നും അല്ല പറയുന്നത്, ബേക്കേഴ്സ്. അതില് ബേക്കറി നടത്തുന്നവരുണ്ട്, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഉള്ളവരുണ്ട്, ഹോം ബേക്കേഴ്സ് ഉണ്ട്, അല്ലെ? നിങ്ങൾ എല്ലാവരും മിക്സ് ചെയ്താണ് ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോ 2-3 പേരുകൾ കാണുന്നുണ്ടെങ്കിലും പാത്തൂസ് എന്നാണോ ഒരെണ്ണം? ആരാണ് പാത്തൂസ്? ഹായ്, പാത്തൂസ് ആരാ? മകളായിരിക്കും അതോ ചേച്ചിയുടെ പേര് തന്നെയാണോ? മകളുടെ പേരാണ് പാത്തൂസ്. ലീം ആരാണ്? ലീം. ഓ, ഓൾറെഡി വേറിങ് ബേക്കേഴ്സിന്റെ ആ ഒരു യൂണിഫോമിലാണ് അല്ലേ? ഷെഫ് ഡ്രസ്. ഷെഫാണ്. നിഷിൻ എന്നാണ് പേര്. നിഷിൻ, സൂപ്പർ. ഈ മൈക്ക് പിടിച്ചിരിക്കുന്ന പിങ്കിയുടെ പേരെന്താണ്? എന്റെ പേര് ഹസ്ബിയ. ഹസ്ബിയയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? സ്പോർട്സ് ഷോപ്പ് നടത്താണ്. സ്പോർട്സ്. ഹസ്ബൻഡ് സ്പോർട്സ്, വൈഫ് ബേക്കറി. ഇവിടുന്ന് ഷുഗർ കഴിക്കുക, വൈകുന്നേരം പോയി റൺ ചെയ്യാ. അതാണ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് മധുരം എല്ലാം അവിടെ തരുകയും ചെയ്യും. ശരിക്കും അത് കുഴപ്പമില്ലല്ലോ, മധുരം കഴിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശരി, അപ്പൊ ചേച്ചി എന്താണ് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഡ്രീം കേക്ക് ഉണ്ട്. ഡ്രീം കേക്ക്, അതില് ബട്ടർ കേക്ക് ഉണ്ട്, മൈസൂർ പാക്ക് ഉണ്ട്, ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. നിങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ആണോ? അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം. കുറച്ച് പേർക്ക് നമ്മള് ഹോം ബേക്കേഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. മൊത്തത്തില് നമ്മള് നല്ല ഹെൽപ്പാണ് അങ്ങോട്ട് പരസ്പരം. അപ്പൊ നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും. സപ്പോർട്ട്. ചേച്ചിക്ക് ഈ ക്രിസ്മസിന് മധുരം കൊടുക്കാനായിട്ട് വന്നതാണ്. ഷുഗർ വന്ന് വീഴരുത്. പുഷപ്പ് ചെയ്യണോ അതിന് മുമ്പ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. വേണ്ട, അതിന് മുമ്പ് ഒന്ന് ചെയ്താ. അല്ല ചേച്ചി ഒരു 10 പുഷപ്പ് ചെയ്ത് 2 ലഡു കൂടുതൽ ഇല്ല. ഇല്ല അതൊന്നും വേണ്ടി വരില്ല. മധുരം വേണ്ട ചേച്ചിക്ക്. 2 ലഡുവിന് വേണ്ടി ചേച്ചി താങ്ക് യു. അപ്പോ താങ്ക് യു സോ മച്ച് ലീം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആൻഡ് ഹോം ബേക്കേഴ്സ്, ഐ മീൻ ബേക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. ഐ തിങ്ക് ഇപ്പോഴത്തെ സ്പെഷ്യലി കുട്ടികൾക്ക് ഹോം ബേക്കേഴ്സ് വാങ്ങി കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് തിങ്. അപ്പൊ അതൊരെണ്ണം കിട്ടി. പിന്നെ ഇതൊക്കെ ചോക്ലേറ്റിന്റെ ഓരോ കൊടുത്തു. മറ്റേത് എന്റെ മോനുള്ളതാണ്. എന്താണ്? ബുക്ക് ചെയ്തു ചോക്ലേറ്റ് കേക്ക്. വാവ്, ഈ പാക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും മാത്രം കഴിച്ചാൽ മതി. ടെൻഡർ കോക്കനട്ട്. സിഗ്നേച്ചർ, പാത്തൂസിന്റെ സിഗ്നേച്ചർ കേക്ക്സ്. താങ്ക് യു. ഓ, കേക്ക്. ഓ, ഇതല്ലേ ചീസ് കേക്ക്? ചീസ് കേക്ക് അല്ല, ഗീ കേക്ക്. മൈസൂർ പാക്കാണോ? ഗീ പാക്ക് ആരുണ്ടാക്കിയതാ? ഇത്തുണ്ടാക്കിയതാണോ ചേച്ചി? ഇത്തുണ്ടാക്കിയ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഗീ പാക്ക്. എല്ലാം നല്ലതാണ്. ഇത് കഴിക്കാം. സോ ഈ സാധനം എന്റെ വീക്ക്നെസ്. ടു എവരിബഡി. ഞങ്ങള് കുറച്ച് ആൾക്കാര് എല്ലാം എത്തിക്കുന്നതായിരിക്കും. കൊള്ളാം. അപ്പം മധുരത്തോടെ നമ്മൾ അങ്ങ് തുടങ്ങിയിരിക്കണു. തുടങ്ങ, അതൊന്നും പറയാനില്ല. മധുരം അങ്ങ് അലിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഷോ ജനങ്ങളിലേക്ക് അങ്ങ് അലിഞ്ഞിരിക്കുകയാണ്. ചേച്ചിയെ നമുക്ക് വൈൻഡപ്പ് വരെ വേണം. മത്ത് പിടിച്ചെങ്ങാൻ ഈ വഴി പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞ പ്ലം കേക്ക് ആണ്. പ്ലം കേക്ക് എന്തായാലും ദിസ് ഇസ് പ്ലം കേക്ക്. ഇത് 1 വർഷം മുമ്പേ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഒരു പ്ലം കേക്ക് ആണ്. മെരി ക്രിസ്മസ് അല്ലേ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ റിച്ച്. അത്ര മധുരമില്ല കേട്ടോ. വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും മധുരമൊക്കെ ഞങ്ങളുടെ വായിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ ഷോയിലേക്ക് അലിയണ്ടേ? അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ, റെഡിയാണോ?
റെഡി ആണോ? ആ. റെഡി അല്ലേ? അതെ. വാ, നമുക്ക് ചിരിക്കാം. അത്രേ ഉള്ളൂ. വാ, ആദ്യം കിച്ചനെ കാണാം. ഇത്തമാരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. Your attention, please. This is the final call for attention. Allah, 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 my taki, Allah, 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 Allah. പ്രിയരെ, ക്ലീൻ ക്ലീൻ അറ്റൻഷൻ പ്ലീസിന് ശേഷം ഞങ്ങൾ എയർപോർട്ട് ജീവനക്കാർ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ആരംഭിക്കുകയായി. അതിന് മുന്നോടിയായി ഈ റൺവേയിലേക്ക് വെളിച്ചം വീശാവുന്ന ഫ്ലൈറ്റിലെ ലൈറ്റുകളെല്ലാം അണച്ചു നിന്ന് സഹായിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ നാടകമായ എയർപോർട്ട് മാറിയിറങ്ങി എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ നാടകം വാവാ പോപ്പോ അഥവാ വന്നാ വന്നു പോയാ പോയി. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, ഞങ്ങൾ പറക്കട്ടെ. ബോർഡിംഗ് പാസ്, ബോർഡിംഗ് പാസ്, ബോർഡിംഗ് പാസ്, ബോർഡിംഗ് പാസ്. ഈ ത്രിസന്ധ്യ സമയത്ത് റൺവേയിൽ ദീപം തെളിച്ചിട്ടും ബോർഡിംഗ് പാസുമായി ആരെയും കാണുന്നില്ലല്ലോ. അച്ഛാ, ആകാശദീപങ്ങൾ സാക്ഷി, ശൈലങ്ങൾ സാക്ഷി. അച്ഛാ, അച്ഛന്റെ ഈ ചുമ വില്ലനാണോ? എന്റെ ഈ ചുമ വില്ലനാണോ നായകനാണോ കൊമേഡിയനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഈ ചുമ എന്റെ എഞ്ചിനും കൊണ്ടേ പോകൂ. എഞ്ചിനോ? അല്ല, നെഞ്ചിനെ കൊണ്ടേ പോകൂ. റൺവേയിൽ തിരിതെളിയിച്ച ഇൻവർവേഷൻ അറിയിച്ച സ്ഥിതിക്ക് മോളെ തുടങ്ങിക്കോ. ഫ്ലൈറ്റ് മിസ്സായവരുണ്ടോ? ഫ്ലൈറ്റ് മിസ്സായവരുണ്ടോ? ഫ്ലൈറ്റ് മിസ്സായവരുണ്ടോ? നിർത്ത, ഉണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങ് കുത്തിയിരുന്നോ. ഈ മലയാളികളുടെ മെയിൻ പ്രശ്നമാണ് ബോർഡിംഗ് പാസും എടുത്ത് ഡ്യൂട്ടി പേര് ഷോപ്പിന് മുന്നിൽ വെറുതെ അങ്ങിരിക്കും, ഒന്നും വാങ്ങിക്കാനില്ല, എന്നാലും കിടന്ന് കറങ്ങും, എന്നിട്ട് ഫ്ലൈറ്റ് മിസ്സാക്കും. അവിടെ തന്നെ അങ്ങിരുന്നോ. പൈസ ഉണ്ടെങ്കിലേ നാളെ വേറെ ഫ്ലൈറ്റ് പിടിച്ചങ്ങ് പോക്കോ. മുതലാളി, മുതലാളി, എന്തോ എന്തോ. എന്താടാ മുതലാളി, എന്താടാ? ഇവിടെ നിന്നും പറന്നു വരുന്നൊരു ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തെന്ന്. അത് സന്തോഷമുള്ളൊരു കാര്യമില്ലേടാ. അതെ. അതെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ആ ഫ്ലൈറ്റ് മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടതല്ലേ മുതലാളി? എന്തോ ഞാൻ ഈ കേൾക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. എന്താണ് മോനെ? ഇവിടെ നിന്നും പറന്നു വരുന്ന വേറൊരു ഫ്ലൈറ്റ് ഇവിടെ തന്നെ ലാൻഡ് ചെയ്തു വന്ന്. അതിനെന്താ മുതലാളി? എന്താടാ? ആ ഫ്ലൈറ്റ് ഒമാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നില്ല മുതലാളി? വായു ഭഗവാനെ, ആരൊക്കെ പൊക്കുന്നെന്നോ ആരൊക്കെ താക്കുന്നെന്നോ ഒരു പിടുത്തവുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോയി നോക്കടാ. ശരി മുതലാളി, ശരി. അച്ഛാ, നമ്മളെ കണ്ടിട്ട് മഴക്കോളുണ്ട്. ഇന്ന് ഫ്ലൈറ്റുകൾ കൃത്യസമയത്ത് ലാൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല മോളെ. എന്തോ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, പുറത്തോ എന്റെ 2 വരയും ജെറ്റുകൾ കിടപ്പുണ്ടോ, അതെടുത്തോ അകത്തിടോ. എന്തോ ജെറ്റാണ്, നനഞ്ഞാൽ മാറിയിടാൻ എനിക്ക് വേറെ ജെറ്റുകളില്ല. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ആ മോളെ നിക്ക, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് അച്ഛാ? മോക്ക് ഒരു കല്യാണ വിസ വന്നിട്ടുണ്ട്. കല്യാണ വിസയോ? അതെ, അമേരിക്കൻ എയർലൈൻസിന്റെ കല്യാണ വിസ. ചെറുക്കന്റെ പേരെന്താണെന്നറിയാമോ? അത് ചുമയുടെ മരുന്നിന്റെ പേരല്ലേ? അതിവിടെ അവിടെ ഒരു വ്യക്തിയുടെ പേരാണ് മോളെ. പക്ഷേ എന്താ മോളെ? എനിക്ക് കല്യാണ വിസ വേണ്ടച്ചാ. എന്താ മോളെ, ആസ്ഥാനത്തൊരു അനൗൺസ്മെന്റ്. ആ കുടുംബത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ലോകത്തെല്ലായിടത്തും സർവീസ് ഉണ്ട്, വിശാലമായ റൺവേ, ബെസ്റ്റ് കൺട്രോൾ റൂം, നല്ല സുന്ദരിമാരായ എയർ ഹോസ്റ്റസുമാർ. എല്ലാത്തിനും ഉപരി എത്ര സ്പീഡിൽ പറഞ്ഞിരുന്നാലും
ഒരു ഏർക്കട്ടൽ പോലും വീഴാതെ സേഫ് ആയിട്ട് കുടുംബത്തെ ലാൻഡ് ചെയ്യാൻ തയ്യാറായ ആൾക്കാർ. എസ്പെഷ്യലി എന്റെ ഭാവി മരുമോൻ അസത്ര മൈസൽ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കല്യാണ വിസയോട് താല്പര്യമില്ലച്ചാ. മോളെ, ഈ ഇന്റർനാഷണൽ കണക്ഷൻ കിട്ടിയാൽ വെറും ഒരു ഡൊമസ്റ്റിക്കായ നീ ഇന്റർനാഷണൽ പെണ്ണ് എന്നറിയപ്പെടും. ഇന്റർനാഷണൽ പെണ്ണ്, അതായത് ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തോ ഇന്റർനാഷണൽ ടെർമിനലായി മാറും. അച്ഛൻ എന്തൊക്കെ ഓഫർ തന്നാലും എനിക്ക് ഈ ടിക്കറ്റ് വേണ്ടച്ചാ, വേണ്ട. മോളെ, റബ്ബറിന് തുരിശടിക്കുന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റാണ് ഞാൻ. എനിക്ക് ഒത്തിരി ഒത്തിരി പ്രതീക്ഷയുണ്ട്. ആകാശത്ത് പാറിപ്പറക്കുന്ന ഓൾ ഇന്ത്യ വിമാനവും പോലെ നിറഞ്ഞു നിൽക്കുന്ന പെണ്ണും ഒരുപോലെയാണ് മോളെ. അതെന്താ അച്ഛാ അങ്ങനെ? ആരൊക്കെയാ ഓട്ടിക്കുന്നേന്നോ എവിടെയൊക്കെയാ ലാൻഡ് ചെയ്യുന്നേന്നോ ആർക്കും ഒരു വിരുദ്ധവുമില്ല. മോളെ, മോളെ എമിഗ്രേഷനെ കുറിച്ച് അച്ഛൻ ഒത്തിരി ഒത്തിരി ഒരുപാട് പ്രതീക്ഷയുണ്ട് മോളെ. അച്ഛാ, മോളെ, അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. മോളെ, ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ മുകളിൽ പറയുമ്പോളെ സുന്ദരന്മാരായ ഫ്ലൈറ്റുകൾ വട്ടമിട്ട് പറക്കുമ്പോഴും ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് സിഗ്നലുകൾ ചോദിക്കുമ്പോഴും ഞാൻ ഇതുവരെയും ഒരു ഗ്രീൻ സിഗ്നലും കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല. കൊടുക്കരുത് മോളെ, കൊടുക്കരുത്. കൊന്നാലും കൊടുക്കരുത്. കൊടുക്കില്ല. വേണ്ട മോളെ. മുതലാളി, മുതലാളി, എന്താ എന്താ എന്താടാ മുതലാളി, എന്താടാ? ഇപ്പൊ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൽ നിന്നും പാസഞ്ചേഴ്സ് ഇറങ്ങിയപ്പോ ദുബായിൽ നിന്ന് വന്ന ഫ്ലൈറ്റിലെ സാറേ ഇത്. അതെ, പാസഞ്ചേഴ്സിന്റെ ബാഗിൽ കോടാലി തൈലവും അതർമാതിരിമില്ല. What a miracle, Dad! What a miracle! ഉള്ള ദിവസം ഇത് ചരിത്രം, ഇത് ചരിത്ര സംഭവം. ആ അത്ഭുത പെട്ടി എനിക്കൊന്ന് കാണണം. അതർമാഞ്ചലില്ലാത്ത പെട്ടി, കോടാലി തൈലമില്ലാത്ത പെട്ടി കാണണം. കാണിച്ചതാടാ. പൈലറ്റ് സുധിയേട്ടനും ഞാനും തമ്മിലുള്ള ഇഷ്ടം അച്ഛനോട് പറയാതിരുന്ന അത് കഷ്ടത്തിലാവും. നാടകം മാറി. പൈലറ്റ് സുധിയേട്ടനും ഞാനും തമ്മിലുള്ള ഇഷ്ടം ഇനിയും അച്ഛനോട് പറയാതിരുന്നാൽ കഷ്ടത്തിലാകും. എന്റെ സുധിയേട്ടൻ 2 ദിവസമായി ലാൻഡ് ചെയ്തിട്ടില്ല. എവിടെയാണെന്ന് അറിയില്ല. അതിന്റെ സുധിയേട്ടന്റെ ഫ്ലൈറ്റിലെ സിഗ്നൽ അല്ലേ? ഗ്രീൻ സിഗ്നൽ കാണിക്കാം. പാഠം ചൊല്ലി പഠിച്ചും തല്ലി പഠിച്ചും നാളെയൊരാളാകും. കേട്ടോ, ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. BAMAMBBS. സുധിയേട്ടൻ വരാൻ 2 ദിവസം വൈകിയപ്പോൾ പേടിച്ചു പോയി. ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ആകാശത്ത് മറഞ്ഞു പോകാൻ ഞാൻ മലേഷ്യൻ ഫ്ലൈറ്റ് അല്ല. 2 ദിവസം ലാൻഡ് ചെയ്യാതെ ആകാശത്ത് കിടന്ന് കറങ്ങിയാലും അകത്തിരിക്കുന്ന യാത്രക്കാരുടെ തെറി മുഴുവൻ കേട്ടാലും എവിടെ നിന്നെങ്കിലും ഒരു മിന്നാമിനിങ്ങിന്റെ പച്ച വെളിച്ചം പോലൊരു സിഗ്നൽ കിട്ടുമ്പോ അവിടെ ലാൻഡ് ചെയ്യാൻ കഴിവുള്ള ആൾ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റാണ്. അത് എനിക്കറിയാം. പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഓൾ ഇന്ത്യയുടെ എയർ ഹോസ്റ്റസ്മാർ ഇന്നലെ സമരത്തിലായിരുന്നു. എന്തിനാ? അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ. ഓൾ ഇന്ത്യ വിമാനത്തിന്റെ എയർ ഹോസ്റ്റസുകളാണ് സമരം ചെയ്യുന്നതെങ്കിൽ അവർ ശമ്പളം കൂട്ടാനല്ല സമരം ചെയ്യേണ്ടത്. പിന്നെ കൊട്ടൻ ചുക്കാതി തൈലത്തിനും കർക്കിടക കിറ്റിനും വേണ്ടിയാണ്. വാദത്തിന്റെ അസുഖമെങ്കിലും ഒന്നും മാറില്ലേ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചുമ്മാതല്ല, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോ ഒരു വൈദ്യശാലയുടെ മണം. മോളെ, നിന്റെ ബോർഡിംഗ് പാസിന് ഒരു മാറ്റവും ഇല്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നീ ഡബിൾ ഡക്കർ ആണോന്ന് എനിക്കൊരു സംശയം ഇതില്ലാതില്ലാതില്ലാതില്ല. ഒന്ന് പോ ചേട്ടാ. ഈ അസ്ഥാനത്തുള്ള സിഗ്നലാണ് എന്റെ റഡാറിന്റെ കൺട്രോള് കളയുന്നത്.
പതിയെ പറ. അച്ഛൻ കേട്ടാ നിങ്ങളെ ബോർഡിംഗ് പാസ് കീറിക്കളയും. എന്റെ ബോർഡിംഗ് പാസ് കീറാൻ അയാൾ വന്നാൽ എന്റെ വായിൽ നിന്ന് പച്ച ടെർമിനൽ കേൾക്കും. ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3. സുധിയേട്ടാ, മതി, നിർത്ത്. അതെ, എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട് സുധിയേട്ടനോട്. പറഞ്ഞോ. എത്രയും വേഗം നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് 4 ആള് കാണുകയെ സുധിയേട്ടന്റെ കയ്യും പിടിച്ച് ഈ റൺവേയിൽ കൂടെ നടന്ന് സുധിയേട്ടന്റെ ടെർമിനലിലേക്ക് എന്നാണ് നമ്മൾ പോകുന്നത്? പോകും മക്കളെ, പോകും. സുധിയേട്ടനോടൊപ്പം പറക്കാൻ എനിക്ക് കൊതിയായി സുധിയേട്ടാ. മോളെ, അനന്തമായി നീലാകാശത്തിൽ അനന്തപൃഷ്ഠമായ ചങ്ങല കണ്ടിട്ടുണ്ട് കെട്ടുകളുണ്ട്. അതെന്താണ്? അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറക്കാം മോളെ, നമുക്ക് പറക്കാം. നമുക്ക് പറക്കാം മോളെ, നമുക്ക് പറക്കാം. അതിനു മുമ്പ് എനിക്ക് മറ്റൊരാഗ്രഹം കൂടി പറയാനുണ്ട്. എന്താണ്? നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മുടെ ഈ മുറ്റത്ത് റൺവേയിലൂടെ ഫ്ലൈറ്റ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാറി പറന്ന് നടക്കണം. നമ്മൾ മനസ്സ് വെച്ചാൽ ഈ പഞ്ചായത്ത് മൊത്തം ഫ്ലൈറ്റുകളുടെ മേളമായിരിക്കും. നിന്നെ ഞാൻ പറപ്പിക്കാവിടാ. അയ്യോ അച്ഛൻ, അച്ഛൻ. കർക്കിടകം എയർപോർട്ടിൽ നിന്ന് അല്ല, കടക്കടന്റെ എയർപോർട്ടിൽ നിന്ന്. എന്റെ എയർപോർട്ടിൽ നിനക്കെന്താടാ കാര്യം? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും ഈ നിൽക്കുന്ന മീനുകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരള വിസയും എടുത്ത് ആളില്ലാത്ത നേരം നോക്കി എന്റെ മോളുടെ പാസ്പോർട്ട് സീലടിക്കാൻ നോക്കുന്നോടാ. നിന്റെ ബോർഡിംഗ് പാസ് ഞാൻ എന്റെ സുധിയേട്ടനെ ഒന്നും ചെയ്യരുത് അച്ഛാ. എന്റെ സ്വപ്നത്തിൽ പോലും സുധിയേട്ടനല്ലാതെ മറ്റൊരു പുരുഷനില്ല അച്ഛാ. ഞാൻ അവസാനമായി പറയുന്നു, എന്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് സുധിയേട്ടൻ മാത്രമായിരിക്കും. മറ്റൊരു പുരുഷന്റെ ജീവിതത്തിൽ ഇല്ല, ഇല്ല, ഇല്ല. ഈ 3 ഇല്ല പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയുന്നു ഇല്ല. അതെന്തിന്? യവനെ തല്ലാനില്ല. അച്ഛാ, സത്യമാണോ ഈ പറയുന്നത്? മോളെ, സത്യമാണോ ഈ പറയുന്നത്? എന്താടി നിനക്ക് മുഖത്തിനൊരു മാറ്റം? അല്ലാതെ പറഞ്ഞു. പിന്നെ എന്തിനാണ് പിന്നെ അല്ലാതെ പറഞ്ഞത്? മോളെ, നീ ഇങ്ങനെ കരഞ്ഞച്ഛൻ കണ്ടിട്ടില്ലല്ലോ മോളെ. എന്താടി നിനക്ക് പറ്റിയത്? നിനക്കെന്താടി? അച്ഛാ, മോളെ, എന്റെ സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രേമം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് തെറ്റുപറ്റി പോയി മോളെ, ക്ഷമിക്കൂ, മാപ്പ്. എടാ, നീ നിന്റെ മോളെയും കെട്ടി എങ്ങോട്ടെങ്കിലും പറക്കടാ. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല. പറക്കടാ, പറക്കി. ആസ്ഥാനത്തിടി കൊണ്ട് കോക്പിറ്റ് തകർന്ന ഞാൻ ഇവളെ കൊണ്ട് ഏത് ആകാശത്ത് പറഞ്ഞിട്ട് എന്തോ ചെയ്യാനാ? എന്താടാ, നമ്മുടെ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഓൾ ഇന്ത്യ ഫ്ലൈറ്റ് കൃത്യമായി 2 വർഷത്തിന് ശേഷം സിംഗപ്പൂരിൽ ലാൻഡായി. ഇതാണ് പറയുന്നത് വാ വാ പോ പോ. അതായത് വന്നാൽ വന്നു, പോയാൽ പോയി. ഇതോടെ ഞങ്ങളുടെ നാടകം അവസാനിച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. എല്ലാ ദിവസവും ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചി നമ്മള് തുടങ്ങുന്നത്. പക്ഷെ തമാശയൊക്കെ മാറ്റിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. അങ്ങനെ ഒരു സീരിയസ് സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒഫീഷ്യൽ ആയിട്ടൊരു എന്താ പറയാ ഒരു വെൽക്കം പറഞ്ഞത്. ചേച്ചി ഇന്നലെ ഷൂട്ടിന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ റോഡ് സൈഡിൽ 3 ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ നേരിട്ട് കാണുന്നത്. പക്ഷെ എന്റെ ഒരു സംയോജിതമായ ഒരു ഇടപെടൽ കാരണം അവരെ ഞാൻ രക്ഷപ്പെടുത്തി. അപ്പോ സംഭവം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ കുറച്ച് കാശിന്റെ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല.
അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ച് അവരെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്ലോറിലേക്ക് ഒന്ന് വാ, വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, നല്ലൊരു സ്കിറ്റ് അങ്ങ് സെറ്റ് ചെയ്യുക, കുറച്ച് തമാശകളും കൗണ്ടർ കോഡ് കുത്തി കയറ്റുക, ഇവിടെ ഒന്ന് അവതരിപ്പിച്ച് നമ്മളെയൊക്കെ ചിരിപ്പിച്ച് കഴിഞ്ഞാൽ കാശ് ഇങ്ങനെ വീഴും, അത് ഗൂഗിൾ പേ വഴി ചേച്ചി ഇങ്ങനെ ചറ പറയാന്നോ ഇട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വിശ്വസിച്ച് അവര് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ വലിയൊരു പ്രശ്നം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ബാറ്ററി ഇന്ന് ഡബിൾ പവർ ആയിരിക്കണം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒന്ന് ആ ബാറ്ററി ഒന്ന് ഓൺ ചെയ്യണം. ബാറ്ററി ഓൺ ആയി. യെസ്, അപ്പൊ നമ്മുടെ ബാറ്ററി ഓൺ ആണ്. നമ്മുടെ 3 ആൾക്കാരാണ്. 3 പേരുടെ പേര് ഞാൻ പറയാം. പ്രവീൺ, ബൈജുക്കുട്ടൻ, ഗ്രീഷ്മ. എന്നായിട്ടൊന്ന് ചിരിപ്പിച്ചേക്കണേ, പാവാൾക്കാർ എന്നെ വിശ്വസിച്ചായിരുന്നു. നിങ്ങളിപ്പോ വിചാരിക്കും ഞാനിവിടെ വന്നത് വല്ല ഫിഗർ ഷോ ചെയ്യാനാണെന്ന്. അല്ല, ആത്മഹത്യ ചെയ്യാനാണ്. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമല്ലോ. എനിക്ക് അവളുമായിട്ടുള്ള ജീവിതം മടുത്ത്. ഒന്നുകിൽ ഇതിലേ പോകുന്ന ബസ്, അല്ലെങ്കിൽ മോളിൽ കൂടെ പോകുന്ന മെട്രോ, അല്ലെങ്കിൽ ഞാൻ ഈ കായലിൽ എനിക്ക് അയാളെ കൂടെയുള്ള ജീവിതം മടുത്തു. ഒന്നെങ്കിൽ ഇതിലൂടെ പോണ ബസ്, അല്ലെങ്കിൽ മേലെ കൂടെ പോണ മെട്രോ, അല്ലെങ്കിൽ ഈ കായലിൽ ചാടി ഞാൻ ചാവും. ആരാണ് ഈ ആവർത്തന വിരസതയായിട്ട് വന്നത്? ഇത് ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ് ആണല്ലോ, എന്റെ സെയിം സൗണ്ട്. അയ്യോ ദേ എന്റെ സെയിം ഭാര്യ, എന്റെ സെയിം വ്യക്തി. അല്ല, നീ എന്തിനാണ് ഇവിടെ വന്നത്? കായലിൽ ചാടാൻ. എന്തിനു കക്ക വാരാനാ? അല്ല, ആത്മഹത്യക്ക്. എന്നാ പിന്നെ ഞാൻ പോണു. നിങ്ങൾ എവിടെ പോണു? നീ കാരണമല്ലേ ഞാൻ ചാകാൻ വന്നത്. പിന്നെ നീ ചാകണ്ടെങ്കിൽ പിന്നെ ഞാൻ ചാകണം എന്തിനാ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ കായലിൽ ചാടാൻ. കക്ക വാരാനാ? എന്റെ ദൈവമേ, റിപ്പീറ്റേഷൻ. ഞാൻ പറഞ്ഞത് എന്റെ പറയുള്ള കൈ നിട്ടൊന്നും കളിക്കൂലേ? അതിന് നിങ്ങൾ സമ്മതിക്കൂലല്ലോ. നിങ്ങൾക്ക് അതിന് മെയിൻ കളിക്കണ്ട. ഞാൻ മെയിൻ കളിക്കും. കാരണം ഞാൻ ധീരനായ പൗരുഷമുള്ള ഒരു പുരുഷനാണ്. പുരുഷൻ. അത് പറഞ്ഞപ്പോ എന്താണ് വണ്ടിയുടെ സെൽഫി എടുക്കാത്ത? ധീരത ഓർത്തിട്ടൊന്ന് ചിരിച്ചു പോയതാണ്. എന്റെ ധീരത ഞാൻ കാണിച്ചതാടി. ഞാൻ ഈ കായലിൽ ചാടും. മീനുകളെ, നിങ്ങൾ എന്റെ ഡിന്നർ കഴിക്കണ്ട. നിങ്ങൾക്ക് നല്ലൊരു ബൊഫയുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. പിന്നെ വേറൊരു കാര്യം, കക്ക ഇറച്ചിയാണെന്നും പറഞ്ഞ് ചാടിക്കേറി പൊക്കളെ കുത്തരുന്നിരിക്കില്ല. ഞാനും ചാടും. നീ ചാടും. എന്റെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. മീനുകളെ, എന്റെ ബൊഫ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല്ലിന്റെ ഇടയെത്താൻ ഒരു ഈർക്കിലി കൂടി പല്ലിട്ട്. എന്നാ നിങ്ങൾ ആദ്യം ധൈര്യം എനിക്ക് ചാട് മനുഷ്യ. നീ ചാടണം. നിങ്ങൾ ചാട്. നീ ചാടണ്ടി. പിന്നെ ഞാൻ ചാകണം. നിങ്ങൾ ചാടണമെങ്കിൽ ഞാൻ എന്നാ ചാടുന്നേ? ഞാൻ ചാകൂല. നിങ്ങൾ ചാട്. നീ ചാടണം. എന്നെ കൊണ്ട് എന്താണ് പരിപാടി? എന്റെ സാറേ, അവള് ചാകാൻ വന്നതാണെന്ന്. അപ്പൊ നീയാ? ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യാൻ വന്നാണല്ലോ. നാണമില്ലാത്തവനെ. എടാ, നീയൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കണ. അതിനെ പേര് നീ പോയി ചാകുന്നതാടാ. അതല്ലേ ഞങ്ങള് പറഞ്ഞത്. നിന്റെ ഒരു പരിപാടിയും നടക്കത്തില്ലടാ ഇവിടെ. ഫയർഫോഴ്സ് വരുന്നുണ്ട്. ഇവിടുന്നായിരുന്ന കഴിഞ്ഞ സ്കിറ്റില് കരച്ചില് കയറി നമ്മളിന്റെ എല്ലാ സ്കിറ്റിലും കരച്ചിലുമായിട്ട് വന്നിരിക്കുക. കരച്ചിൽ കോമഡി ആർട്ടിസ്റ്റ്. മീറ്റർ തെറ്റിക്കുന്ന ആർട്ടിസ്റ്റ്. എനിക്കൊന്ന് പറയാനുണ്ട്. ലോകലാഗ ആർട്ടിസ്റ്റ്. എന്തായാലും പരസ്പരം പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് അയാളെ കൂടെ ജീവിക്കണ്ട. എന്നാ മെനയുള്ള ഒരുത്തരെ കണ്ടുപിടിക്ക്. നീ മെനയുള്ള ഒരുത്തവന്റെ കൂടെ പോടി. നീ പോകോടി. നീ അങ്ങനെ പോയാ സഹോദര, സ്ത്രീകളെ അങ്ങനെ തല്ലാൻ പാടില്ല. തല്ലിക്കഴിഞ്ഞാല് വലിയ വലിയ കേസുകളിലേക്ക് പോകും. ദേഷ്യം എവിടെയെങ്കിലും കൊണ്ട് തീർക്കട്ടെ. നീ തല്ലുന്ന പോലെ ആക്ഷൻ കാണിച്ചാ മതി. അപ്പൊ എങ്ങനെ ശരിയാകും? അങ്ങനെ ദേഷ്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ അങ്ങനെയല്ലേ. ആക്ഷൻ ചെയ്താ മതി. ആക്ഷൻ ചെയ്. നീ മേലുള്ള ഒരുത്തരെ കെട്ടി പോവൂലേ? നിന്നെ ഞാനിന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ തല്ലല്ലേ? നിങ്ങളെ ഞാനിത് അവള് തിരിച്ചടിച്ചില്ല. അവിടെ ദേഷ്യം കേറി. ആണ് എടി, നിന്റെ ഞാനിട്ടല്ലോ ആണുങ്ങളുടെ ദേഹത്തോടണ. 1 2 കറക്റ്റ് മുതുക്. നിങ്ങൾ എന്നെ തല്ലല്ലേ? നിങ്ങളെ ഞാൻ ഇന്ന് വെട്ടും. നീ ഞൊട്ടും. വെട്ട് കത്തി എവിടെ? പിന്നെ ചുമ്മാ പറയും വെട്ട് തീർത്തി ഞാൻ മാറ്റി. അത് നന്നായി. സാറേ, എന്റെ അവള് വെട്ടി. സാറേ, എന്റെ അവള് വെട്ടി. സാറേ, എന്റെ വെട്ടൊന്ന് നോക്കി. എന്റെ വെട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ലടി
ഞാനിവിടെ. അതുകൊണ്ട് പറയാൻ നീ പോയി ചാകടി. ഇത് നിർത്തിക്കേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതന്നെയല്ല, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരെ നരകത്തിലേക്കാ കൊണ്ടുപോണത്. ഈ നരകത്തിൽ ചെന്നാലുണ്ടല്ല, നൂൽബന്ധം പോലും ഇല്ലാതെ അവിടെ നൂൽപാലത്തെ കൂടി ഇങ്ങനെ 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 നടത്തിക്കും. അപ്പൊ അത് കിടന്ന് ആടൂലേ സാറേ? എന്ത് നൂൽപാലം അതാടും. വീഴാൻ നേരത്തെ താഴത്ത് വലിയൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള എണ്ണ ഇങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കുക. ആ എണ്ണയിൽ നിങ്ങളെ ഇട്ടിട്ട് വറക്കും. അയ്യോ, വർഷങ്ങളായിട്ട് ആ എണ്ണ തന്നെയാണ് തിളപ്പിച്ചോണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും അത് മാറ്റൂല. ഇല്ല. അപ്പൊ ഞാനതല്ല ആലോചിക്കണത്, അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരൊന്നുമില്ലേ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ തേങ്ങയുണ്ട്. ആ തേങ്ങ എടുത്ത ആട്ടിയ വെളിച്ചെണ്ണ കിട്ടൂലേ? തേങ്ങ ഇല്ല. അപ്പൊ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ തേങ്ങയുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? മീറ്റർ ശ്രദ്ധിക്കണം. പിന്നെ വയറിങ് പോലും കഴിയാത്ത എന്റെ വീട്ടിൽ മീറ്റർ ആര് ശ്രദ്ധിക്കാനാ? ഡയലോഗിന്റെ മീറ്റർ സാറേ, ഇയാൾ നേരത്തെ പറഞ്ഞില്ലേ മെനയില്ലാത്തന്റെ കൂടെ പോകുന്നു. ഞാൻ നല്ല അന്തസ്സുള്ള തറവാട്ടി ജനിച്ചതാ, ഞാൻ അങ്ങനെ പോവൂല. കല്യാണം കഴിഞ്ഞ് 4 തന്ന് ഞാൻ ചെന്നായിരുന്നു ആ തറവാട്ടില്. തറവാടിന് എന്താ കുഴപ്പം? ഇയാൾക്ക് ഈഗോ ആണ്. ഇയാൾക്ക് ലീഡ് ചെയ്തിട്ട് എപ്പോഴും കളിക്കണം. പക്ഷേ അതറിയാലോ നിനക്ക്. എന്നിട്ട് എന്തിനാണ് നിന്റെ അളിയൻ കയറിയിട്ട് ലീഡ് ചെയ്തത്? എന്റെ പൊന്നു സാറേ കേൾക്കണം, എനിക്ക് രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കണം. ഞങ്ങളൊക്കെ രാവിലെ ഷാർജ ഷേക്കാണല്ലോ കുടിക്കുന്നത്. അതല്ല പറഞ്ഞത്, എനിക്ക് ആ കട്ടൻ ചായ കുടിച്ചാലാ എന്റെ പ്രഭാകരവർമ്മ നടക്കുള്ളൂ. മാമന ആര്? ഈ പ്രഭാകരവർമ്മ? അയ്യോ, പ്രഭാകരവർമ്മയല്ല, ഈ ചായ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അത് നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിലേക്ക് ചെന്നപ്പോ അളിയൻ ചാടിക്കേറി ലീഡ് ചെയ്താക്കണ്. മുട്ടിയില്ലേ? മുട്ടിയപ്പോഴാണല്ലോ ഞാൻ ചെന്നത്. അവിടെയാണ് ഇവളുടെ തറവാടിന്റെ മഹിമ. സാറേ, സാരിത്തുണിയിൽ മുട്ടിക്കഴിഞ്ഞ ഒച്ച കേൾക്കുവോ സാറേ? അപ്പൊ ബാത്റൂമിൽ ഡോറില്ല. ഇല്ല, സാരിത്തുണിയാണ്. സാരിത്തുണിയാണ്. എങ്ങനെ ഇരിക്കും? ഈ ഡയറക്ടർമാര് ഫ്രെയിം വെക്കൂലേ, അതേപോലെ സാരിത്തുണി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പാ. ടൈം ഔട്ട് ആകാതെ നോക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ ബാക്കിയുള്ളവരാ? ബാക്കിയുള്ളവരെല്ലാം ഡയറക്ടർമാരാ. ഇവളുടെ അച്ഛൻ ഒരു 5 മണിയാവുമ്പോ ഡയറക്ടർ ആവും. പിന്നെ ഒരു 8:30 ഒരു ആങ്ങള ഡയറക്ടർ ആവും. പിന്നെ മാമൻ ഡയറക്ടർ, ചിറ്റപ്പൻ ഡയറക്ടർ, ഇവരെയൊക്കെ കൂട്ടത്തിൽ ഞാനൊന്ന് ഡയറക്ടർ ആവണമെങ്കിൽ 10 മണിയെങ്കിലും കഴിയും. ഇല്ല, ഫ്ലോപ്പാണ്. തറവാടിന്റെ ഭക്ഷണമല്ലേ. പിന്നെ ഞാനിപ്പോ ചെല്ലുമ്പോ ജൂനിയർ ആർട്ടിസ്റ്റാ. ഇവിടെ ഫുൾ ടൈം ഡയറക്ടർമാരല്ലേ, ഞാൻ വല്ല പറമ്പിലും കാണും. അല്ലെങ്കിൽ ഇയാൾക്ക് എന്റെ കുടുംബക്കാരെ കുറ്റം പറയാൻ 100 നാക്കാം. ഇതെങ്ങാനും എന്റെ ചേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, ഇയാളെ വെട്ടി നുറുക്കും. എന്റെ ചേട്ടൻ ഗുണ്ടേ സാറേ, ഗുണ്ട. ഗുണ്ട അവളുടെ വീട്ടിലെ വേറൊരു തറവാടി. ഈ ഗുണ്ട കാണിച്ച പണി എന്താണെന്ന് അറിയാമോ? ഇവന് പുറത്തുപോയി മൂത്രമൊഴിക്കാൻ രാത്രി പേടിയായിട്ട് ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ചിട്ട് കുഴല് പോലാക്കി ജനലിൽ കൂടെ വെച്ചാക്കുക. എന്ത് കാര്യത്തിൽ? ഈ ഗുണ്ടക്ക് മൂത്രം ഒഴിക്കാൻ. എന്തൊരു കഷ്ടമായത്. ഞാൻ പറയട്ടെ? എടാ നീ മിണ്ടണ്ട, ഇനി ആ കൊച്ചു പറയട്ടെ. ഞാനല്ല മിണ്ടിയത്, അവളാ പറഞ്ഞത്. രണ്ടിന്റെ ഒന്നായത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങള് വീട്ടിൽ കിടന്ന് ഒച്ചയെടുക്കുമ്പോ അപ്പുറത്തെ ചേച്ചിമാര് പറയാണ്, ആ കുടുംബത്തിന് 2 പെണ്ണുങ്ങൾ കിടന്ന് എന്നാ വെക്കണം. ഇപ്പൊ ഞാൻ കോളിമ്പെല്ലാം അയച്ചു വെച്ചാക്കി. അതെന്തിനാ അയച്ചത്? അതിന് ഞങ്ങളുടെ സൗണ്ട്. ഇയാൾക്ക് എന്നെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല സാറേ, ഒരു ശ്രദ്ധയില്ലെന്ന് പറഞ്ഞ ഒരു ശ്രദ്ധയില്ല. ഉദാഹരണത്തിന് ഞാൻ ഗർഭിണിയായി. സാറേ, ഇനി പറവളെ കുറിച്ച് എനിക്ക് ഒരു ശ്രദ്ധയില്ലേ? നീ ശ്രദ്ധിച്ചോണ്ട് അവള് മാറിയെന്ന് ഛർദിച്ചത്. സാറേ, അതല്ല, ഒരു ഭാര്യ ഗർഭിണിയായ ഭർത്താക്കന്മാർ എന്താ ചെയ്യാ? പുറകെ കൂടി വന്ന് ഇങ്ങനെ വാരി പൊക്കി എടുത്തിട്ട് 2 കറക്കിട്ട് സമാധാനത്തോടു കൂടി എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തും. അങ്ങനെ കറക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ രമേശ്, അവന്റെ ഭാര്യ ഗർഭിണിയായി. ഇവൻ പുറകെ കൂടി ചെന്ന് കോരി എടുത്തിട്ട് ഒരു കറക്ക്. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരൊറ്റ ഏറ. എങ്ങോട്ട്? തെക്കേ പാടത്തുമായിട്ടല്ലേ വീണത്. അവൻ എന്ത് പണിയാണാ കാണിച്ചത്? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 4ന്റെ അന്ന് ഗർഭിണിയാണെന്ന് പറഞ്ഞ പിന്നെ അവനെന്ത് ചെയ്യാനായിട്ട്? അവനെന്താണ് കാണിച്ചത്? അങ്ങനെ പറയും. വിഷയം മാറ്റ. ഞാൻ ചാടിച്ചാവെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തേവരപ്പാലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്ത് ചാടിയാൽ നിങ്ങൾ ആദ്യം ഒന്നും മരിക്കത്തില്ല. കായലിൽ ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? മഞ്ഞക്കൂരി. മഞ്ഞത്തെന്തൂരിയെന്ന്? മഞ്ഞക്കൂരിന്ന്. മഞ്ഞക്കൂരിയാ? ഇതിന്റെ പല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മതിലിന്റെ മേളിൽ ആൾക്കാർ കയറാണ്ടിരിക്കാൻ വേണ്ടി ആന നിർത്തി വെച്ചിട്ടില്ലേ, അതുപോലെയാണ് ഇതിന്റെ പല്ല്. ഈ പല്ലും വെച്ചോണ്ട് തമിഴൻ ലോറി വരുന്ന പോലെ ഈ കൂരിയുടെ ഒരു വരവുണ്ട്. നിർത്തിക്കേ. ഇത് മഞ്ഞക്കൂരിയാണോ അല്ലെങ്കിൽ തമിഴിലോരുടെ അടി കെട്ടണ മോമൂടറ ഫിഗറാണ്? ഞാൻ പറഞ്ഞേക്ക്, ഇത് ഈ മഞ്ഞക്കൂരി ഉണ്ടല്ലേ, ആദ്യം നിന്റെ വിരലെ കൊത്തും, പിന്നെ നിന്റെ മുട്ടുകാലെ കൊത്തും. അയ്യോ, അപ്പൊ
എന്നെ കുത്തും സാറേ. മോളെയും കൊത്തും. അവിടെ പോയപ്പോ മീറ്റർ മാറിയല്ല. മോളെ കണ്ണിലാദ്യം കൊത്തും, മൂക്കി കൊത്തും, പിന്നെ ചുണ്ടേ കൊത്തും. സാറേ കുത്തി കുത്തി മുറത്തി കയറില്ലേ? അല്ലെങ്കിൽ ഇവിടെ സ്ഥിരം പരിപാടിയാ. ഒരാളിന്റെ നിഴൽ കണ്ടാ മതി ഇവൾ അവിടെ കിടന്ന് കൊഞ്ചിക്കൊഴയും. നീ കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പെണ്ണുങ്ങൾ കൂടെ കൊഞ്ചുകൊഴിയെങ്കിൽ എനിക്ക് ആണുങ്ങൾ കൂടി കൊഞ്ചുകൊഴിയാം. എടി എനിക്ക് അതിന്റെ ആവശ്യമില്ലടി. ഞാൻ നിന്നെ പോലെയല്ല. ഞാനും എന്റെ അനിയനും ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. എന്ത് ക്വാളിഫിക്കേഷൻ? ഞാൻ ഗാനഭൂഷണം പൂസായതാ. പാസ്സായെന്നല്ലേ? അല്ലല്ല, ഗാനഭൂഷണത്തിന് പോയപ്പോ 2 എണ്ണം അടിച്ച് പൂസായി പോയി. അപ്പൊ അനിയനെ അവൻ മാനമോഷണ കേസിലല്ലേ? പിന്നെ അതല്ലല്ലോ ഇവിടുത്തെ വിഷം. ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. എടേ, നിന്നെ എടീ, നിന്റെ തറവാടിന്റെ കുഴപ്പടിയത്. നീ പോയി ചാകടി. ഇതൊരുമാതിരി ലവ് ബേർഡ്സിന്റെ കൂട്ടിൽ പാമ്പ് കയറിയ പോലെയല്ല. നിങ്ങളോട് രണ്ടുപേരോട് കൂടി ഞാൻ ഒരു കാര്യം പറയുവാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നല്ലേ? അതല്ല, ഇങ്ങനെ ഇനി ഇവിടെ ചീവീട് കാരണം പോലെ കിടന്ന് കരഞ്ഞ നിങ്ങൾ രണ്ടുപേരുടെ പേരെഴുതി വെച്ചിട്ട് ഈ ഞാൻ പോയി ആത്മഹത്യ ചെയ്യൂ. അയ്യോ, നമുക്ക് ആദ്യം എന്താ അറിയോ, ഇഷ്ടപ്പെട്ട ഓരോ കോമഡി പറഞ്ഞു പോണം. ഞാൻ ആദ്യം പറയാം, പ്ലീസ് പ്ലീസ് പ്ലീസ്. പറഞ്ഞോ. വേറെ ആരും എടുക്കല്ലേ അത്? ഇല്ല. എന്റെ കോമഡിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭാര്യ വീട്ടിലെ ഡയറക്ടർമാര്. രാവിലെ 8 മണിക്ക് അച്ഛൻ ഡയറക്ടർ, 9 മണിയാകുമ്പോൾ ആളിയെ, അവസാനം ബൈജുക്കുട്ടോട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് മറ്റേ ആക്ഷൻ കോമഡി. ആക്ഷൻ കോമഡിയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് മറ്റേ ഭാര്യ മറ്റേ പോലീസിന്റെ കാലിന്റെ ഇടയിൽ സൂപ്പർ. അതും സാരി ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ആലിസിനോ? എനിക്കെന്ന് പറയുമ്പോ ഞാൻ ഒരാൾക്കൊരു ജീവിതം കൊടുത്തു, മനസ്സിലായി, ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതുകൊണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഓ, ഡിപ്ലോമാറ്റിക്. ഓക്കെ. എനിക്ക് പെട്ടു. ശരി, അപ്പൊ എന്തായാലും സ്കിറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാറ്ററിക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ 25,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി ചൂടോടെ 2500 and da. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. എല്ലാരും കേട്ടോ, പ്രേക്ഷകരും എല്ലാരും കേൾക്കണം. അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഫ്ലോർ എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഒരുപാട് താരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോറും കൂടിയാണ്, അല്ലെ? അത്തരത്തില് ഭാവിയിൽ വലിയ താരങ്ങളാകാൻ പോകുന്ന, എന്നാൽ ഇപ്പൊ അവർ കൊച്ചു താരങ്ങളല്ല, ഇപ്പോഴും വലിയ താരങ്ങൾ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഫ്ലോറിലും, അതായത് ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒരേ സമയത്ത് ഒരേപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്ലോറിന്റെ അഭിമാനങ്ങളാകാൻ പോകുന്ന 3 കുഞ്ഞു താരങ്ങളാണ് അടുത്ത വേദിയിലേക്ക് വരാൻ പോകുന്നത്. അവരുടെ പേര് പറയുന്നതിന് മുന്നേ ചേച്ചി ആദ്യം ചാർജ് ആക്കി താ. ബാറ്ററി ഓൺ. ഹായ്. ഇനി ആ നല്ല ചാർജോടുകൂടി ആ 3 പേര് ഞാൻ പറയട്ടെ. ബാലാമണി, പ്രണവ്, വേദ. 4 പേരെ പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി. എടേ വായിക്കുന്ന വാർത്ത വൃത്തിയായിട്ട് പതുക്കെ നിർത്തി വായിരടി. നിങ്ങൾക്ക് എന്തരമ്മ 12:30 25ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വാർത്ത തന്നെ വായിക്കണം. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോണു. എല്ലാം അറിഞ്ഞിട്ട് നീ എന്നോട് ഈ വർത്താനം പറയരുത് കേട്ടാ. എനിക്കെല്ലാം ഒന്നും അറിഞ്ഞൂടാ, എന്റെ ഡയലോഗ് മാത്രമേ അറിയുള്ളൂ. ഒട്ടക്കത്തിലെ ഫ്ലോർ കോമഡി അടിച്ച പാപത്തി അടിച്ചെരിഞ്ഞ്. എന്നാ പിന്നെ ഫ്ലോർ അല്ലാത്ത പറ. നിനക്കറിയാല്ല, ഞങ്ങളുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നിന്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഈ പ്രേത വീട്. അതിനുശേഷം മനുഷ്യനിവിടെ സമാധാനമില്ല, അങ്ങേരൊക്കെ ദുബായി പോവുകയും ചെയ്ത്. 25 വർഷം നിങ്ങൾ അച്ഛന് സമാധാനം കൊടുക്കാത്തോണ്ട് അച്ഛൻ ഗിഫ്റ്റ് ഒന്നും പറഞ്ഞ് വാങ്ങിച്ചെന്ന പണിയാണ് ഈ വീട്. നീ നോക്കിക്കോടി, ഇന്ന് എന്റെ മുമ്പിൽ വരുന്ന പ്രേതത്തെ ഞാൻ 4ആയിട്ട് കീറി മുറിച്ച് മാവി മുക്കി ഞാൻ ബജി ഉണ്ടാക്കും. അതിന് പ്രേതം നിന്ന് തരുകയും ചെയ്യും. നിനക്കിങ്ങനെ പറയാടി, കാണുന്നത് മൊത്തം ഞാനാണല്ലോ, നീ ഒന്നും പ്രേതത്തിനെ കാണുന്നില്ലല്ലോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
അനിയന്റെ പേര് ബാലാമണി എന്നായതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കാണുന്നത്. കൊറേ നാളുകൊണ്ട് കേൾക്കാൻ തുടങ്ങിയാണ്. അടുക്കളയിൽ പോകുമ്പോ പ്രേതം നിന്ന് പാത്രം കഴിവണ്, കുളിക്കാൻ പോകുമ്പോ പ്രേതം സോപ്പ് എടുത്തേർന്ന്. ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഞാൻ ഒരു ഗോസ്റ്റ് ഹണ്ടറെ വിളിച്ചിട്ടുണ്ട്. നിനക്ക് എന്തൊരു പെണ്ണെ വയ്യേ? ഒരു പ്രയത്തിനെ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് നീ 100 എണ്ണത്തിനെ വിളിച്ച് വീട്ടിൽ കയറ്റണേ. ഗോസ്റ്റ് ഹണ്ടർ. ഈ പ്രേതത്തിനെയൊക്കെ പിടിക്കുന്ന ആളില്ലേ അങ്ങേര് വന്നിട്ട് പോ പ്രേതമേ എന്ന് പറയുമ്പോ പ്രേതം ഇറങ്ങി പോവോന്നോ? അങ്ങേരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കണം. മൊത്തം അങ്ങേര് പിടിച്ച പ്രേതത്തിന്റെ കഥയാണ്. ഇന്നലെ ഒരു റീലിട്ട് അത് വൈറലായി. കല്യാങ്കാട്ട് നീലിനോടുള്ള ഹസ്കി ഡാൻസ്. എന്ത് പോകണേ വൈ? വെരി ബാഡ് പ്ലേസ്. ഒരു ഹൊറർ ഫീലിംഗ് കിട്ടുന്നില്ല. ഉണ്ടാക്കാം. അയ്യോ കൊള്ളാലേ കളി. ഒന്നും കൂടെ അയ്യോ ഒന്നും കൂടെ ലാസ്റ്റ്. അയ്യോ മതി ഈ പയ്യെ ഇറങ്ങി വാ. ഇപ്പൊ ഒരു ഹൊറർ ഫീലിംഗ് കിട്ടിയത്. പേടിക്കണ്ട, ഞാൻ പ്രേതമല്ല. പ്രേതത്തിനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു വരുത്തിയ ഗോസ്റ്റ് ഹണ്ടർ ഫ്രെഡി. എന്റെ പൊന്നു ചട്ടി. ഫ്രെഡി ഇവിടെ ഭയങ്കര പ്രയത്ന ശല്യമാണ്. ഞാനാണ് ഈ പ്രയത്നെ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് പേടിയാണ് ഫ്രെഡി. അമ്മ മാത്രമേ ഈ പ്രയത്തിനൊക്കെ കാണാറുള്ളൂ കേട്ടാ. ഞാൻ ഇന്ന് വരെയായിട്ട് ഒരെണ്ണത്തിനെയും കണ്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര പേടി. പ്രേതത്തിനെ പേടിക്കരുത്. പേടിക്കുന്നവരെയാണ് പ്രേതം ആദ്യം പിടിക്കുക. പേടിക്കാത്തവരെ പ്രേതം പിടിക്കൂലല്ലോ. അങ്ങനെയൊക്കെ. എന്നാ പിന്നെ അമ്മേനെ ഒരിക്കലും പ്രേതം പിടിക്കൂല. സ്വന്തം ഭർത്താവിനെ പോലും പേടിയില്ലാത്ത ആളാണ്. പറഞ്ഞു കേട്ടറി. അല്ല ഫ്രെഡി പ്രയത്നൊക്കെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടാന്ന്. അതിനുള്ള തെളിവല്ലേ ഈ ബാഗിന്റെ അകത്ത്. എത്ര പ്രേതങ്ങളെ ഞാൻ പിടിച്ചിരിക്കണേ. ആദ്യം പിടിച്ച കല്യാങ്കാട്ട് നീലിയാണ്. ചേച്ചിയുടെ സാരി, വട യക്ഷീര വട പൊടിഞ്ഞുപോയി, കുഴപ്പമില്ല. ലാസ്റ്റ് പിടിച്ചത് പ്രണവ് മോഹൻലാലിന്റെ പുതിയ സിനിമ ഉണ്ടല്ലോ, ഡീസലാ പെട്രോള്. ആ സിനിമയിലെ പൊണ്ണും പിള്ളേരെ ചെലങ്ക. ഇതെല്ലാം ഞാൻ പിടിച്ചത്. എത്ര ഭേദങ്ങളെ പിടിച്ചിരിക്കുന്നു. പ്രേതം കേറുമല്ലേ? പ്രോപ്പർട്ടീസിൽ മാത്രമല്ല, അസമയത്ത് ഇറങ്ങി നടക്കുന്ന മനുഷ്യരുടെ ശരീരത്തിലും പ്രേതം കേറും. അപ്പൊ ചുമ്മാ ഇരുന്നാ കേറുവോ? ചുമ്മാ ഇരുന്ന കയറും. പ്രേതമല്ലേ, ഗ്യാസ് കയറും. നിങ്ങൾ ഗ്യാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എന്റെ വീട്ടിലെ ഗ്യാസ് കുറ്റിയിൽ ഒരു പ്രേതം കയറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോ ഞാൻ ഓണാക്കാതെ തനിയെ നിന്ന് കത്തും. അപ്പൊ പ്രേതത്തിന് ഒഴിപ്പിച്ചോടായിരുന്നോ? എന്തിനു ഒഴിപ്പിക്കണ? ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോ നിന്ന് കത്തിയല്ലേ. 1 വർഷമായി ഗ്യാസ് എടുത്തിട്ട്. എന്റെ ബൈക്കിലും കൂടെ ഇതേപോലത്തെ ഒരു പ്രേതത്തിനെ പിടിച്ച് കയറ്റണം. എന്റെ ബൈക്കിൽ പിന്നെ പെട്രോൾ ഇരിക്കണ്ടല്ലോ, ലാഭം. അല്ല ഫ്രെഡി, ഇപ്പൊ പ്രേതം അവിടെ കാണും. പ്രേതത്തിന്റെ വീട്ടിൽ കാണും. പിന്നെ പ്രേതം എവിടെയൊക്കെ കാണുമെന്ന് പറയണം. നിങ്ങൾ കുറെ നേരമല്ലേ പ്രേതം എവിടെ കാണും. അമ്മച്ചി പ്രേതം എല്ലായിടത്തും കാണും. നിസ്സാരി ഈ ഫോണിന്റെ അകത്ത് വരെ കാണും. രാത്രി ഒരു 12 മണിയൊക്കെ ആവുമ്പോഴേ ഈ ഫോണിന്റെ അകത്ത് പ്രേതം ഉള്ളത് കൊണ്ട് കുട്ടിയെ ചിലപ്പോ വിളിച്ചെന്നൊക്കെ പ്രേതം വിളിക്കൂല, ഞാൻ നോക്കിയോളാം. എന്റെ ഇങ്ങനെയുണ്ട് ആളുകള്. അല്ല ഫ്രെഡി, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പ്രേതം എന്താ രാത്രി മാത്രം ഇറങ്ങുന്നത്, പകൽ എന്തിനാ ഇറങ്ങാത്ത? അത് ഈ ബോഡി ഷേമിങ്ങും കളിയാക്കലൊക്കെ പേടിച്ചിട്ടാ. അത് ഈ കോന്ത്രാ പല്ലും ഉരുണ്ട കണ്ണും ഞവണാഞ്ചി മോന്തയൊക്കെ നിങ്ങൾ പേടിക്കോ ചിരിക്കോ? അത് തന്നെ കാരണം. അത് മാത്രല്ല ഫ്രെഡി, ഞാൻ രാവിലെ പാത്രം കഴുകാൻ ചെല്ലുമ്പോളേ എന്റെ കൂടെ നിന്ന് പാത്രം കഴുകും. ഞാൻ തുണി അലക്കുമ്പോ എന്റെ കൂടെ നിന്ന് തുണി അലക്കുക. ഞാൻ കുളിക്കാൻ കയറുമ്പോ എനിക്ക് സോപ്പ് എടുത്ത് തരിക. ഞങ്ങൾ കയറി കിടന്നുറങ്ങുമ്പോ ടപ്പടപ്പേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതേ ആളെ തന്നെ പെട്ടെന്ന് കാണത്തൂല്ല. എവരാൾ കൊള്ളാല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവരെ കൂടെ മാക്കാ പണിയെടുക്കും. എവര് കിടന്നുറങ്ങുമ്പോ വാച്ച്മാന്റെ ഡ്യൂട്ടി. എനിക്ക് പാവം പ്രേതം ഒരു 5 മിനിറ്റ് നടത്തുമ്പോ ഇവർക്ക് വയ്യ. അന്യായ കിളവിയല്ല നിങ്ങള്. നിന്റെ അച്ഛൻ എവിടെയാണ് ജോലി? 15 വർഷമായിട്ട് ദുബായിലാണ്. കാരണം എന്താണെന്നറിയോ പുള്ളി വരാത്തത്? എന്നെ കാരണം ഈ അമ്മ കണ്ട് പേടിക്കണ ഫ്രെഡിക്ക് ഒഴിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് എത്ര പ്രേതത്തിനെ ഒഴിപ്പിച്ചവനാണ് ഞാൻ. എന്ത് പ്രേതത്തിന് മൂത്രാടസം ഒഴിപ്പിച്ചതല്ല, പ്രേതത്തിനെ തളച്ചിട്ടുണ്ട് ഞാൻ. അല്ല അപ്പൊ പ്രേതം നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ടോന്നാ? ഒരു ദിവസം രാത്രി ഞാൻ മനസമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നേ. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞാൻ പോലും അറിയാതെ പ്രേതം എന്നെ കൊണ്ട് തൊഴുത്തിയിട്ടിങ്ങനെ. അവിടെയാണെങ്കിൽ ഒരു പശു. ഞാൻ ബോധം വന്നപ്പോ ആ പശുവിന്റെ കുട്ടിയെന്നും പറഞ്ഞെന്നെ കുന്നു, തടവുന്നു, തലോടുന്നു. അപ്പൊ ബോധം വന്നപ്പോ
പേടിച്ച് വീട്ടിൽ പൊക്കൂടായിരുന്നാ? എങ്ങനെ എണീറ്റ് പോവും? ഞാൻ പശുവിന്റെ കുട്ടിയിലാണ് അതിനെ ചവിട്ടി കൊല്ലൂലേ. അതുകൊണ്ട് പശുവിന്റെ കുട്ടിയാണ് തെളിയിക്കാൻ വേണ്ടി വെളുക്കും വരെ നിന്ന് ഞാൻ വയ്ക്കൂലേ എന്ന്. എന്റെ ഗുരു വിനയൻ സാർ വിളിക്കുക. വിനയൻ സാറോ? വിനയൻ സാറിന് അറിഞ്ഞൂടി? മലയാളികൾക്ക് പല തരത്തിലുള്ള പ്രേതത്തെ പരിചയപ്പെടുത്തി കൊടുത്ത വിനയൻ സാറാണ് എന്റെ ഗുരു. ഒരു മിനിറ്റ്. ഹലോ സാർ, ഞാൻ ഇവിടെ ഒരു അമ്മേരെ മോളെ വീട്ടിരിക്കുന്നു. ഇവിടെ പ്രേതം എന്ന് പറഞ്ഞ് രണ്ടും കൂടെ പേടിച്ച് പിറച്ചിരിക്കുന്നു. പ്രേതം ഇവിടുന്ന് അത് നമ്മുടെ സിനിമാക്കാര് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന സംഭവമല്ലേ? ഒരു പേടിക്കുന്നത് ചിരിച്ചാവും. കേൾക്കണോ? ഇവിടെ ഒരു വലിയ പ്രേതം ഉണ്ടേ. ഇപ്പൊ നോക്കിയോണേ, ആ പ്രേതം ഇന്ന് ആരെങ്കിലും കൊണ്ടേ പോവും. ഞാൻ പിന്നെ വിളിക്കാമേ. എവരെ പ്രേതം കൊല്ലും മുമ്പേ ഞാൻ പേടിപ്പിച്ചു കൊല്ലും. പ്രേതത്തിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എനിക്കൊന്ന് സംസാരിക്കണം. മക്കള് പറഞ്ഞാ കേക്കാം. നിങ്ങളടുത്തല്ല അമ്മച്ചി, എനിക്ക് പ്രേതത്തിനെ സംസാരിക്കണമെന്ന്. എന്നാ അതിനെ വിളിച്ചോണ്ട് സംസാരിക്കണം. വെളിയിലിറക്കി സംസാരിക്കാൻ എന്റെ മാമനല്ല, അത് പ്രേതമാണ്. അല്ല, നിങ്ങളിങ്ങ വന്നേ വന്നേ ബാബാ. ഞാനിനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ചേരം ആയിരുന്നോട്ടെ, എനിക്ക് കാലി കേൾക്കണം. ഞാൻ ഇത്തിരി പ്രായത്തിന് സംസാരിച്ചോട്ടെ. ശംഭു ഫലാനി പക്വാനി പതന്തി വിമലേജിലെ കമ്പിത ശാഖാഭ്യാം ഖുളു ഖുളു ഖുളു. അടുക്കുന്നില്ല. അസംഭവ്യം. അടുത്തിരിക്കുന്നു. ഇന്നേവരെ ഇത് അടുത്തിട്ടില്ല. അപ്പൊ ഇവിടെയുള്ള പ്രേതം ഏതോ വലിയ പ്രേതമാണ് കേട്ടാ. അത് അടുത്തതല്ല, അമ്മ അടുപ്പിച്ചതാ. ഇവരെ കൊണ്ട് നിവർത്തിയില്ലല്ല. അതന്നെ ഞാൻ നോക്കണത്. അടുത്ത പ്രേതം എന്റെ പ്ലാന് ഒളിവില്ല അമ്മച്ചി. ഇവരെ കൊണ്ട് ഫലാനി പക്വാനി പതന്തി വിമലേജിലെ കമ്പിത ശാഖാഭ്യാം ഗുളു ഗുളു ഗുളു. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ പേടിപ്പിച്ച പ്രേതത്തിനെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഇവിടെ പ്രേതം ഇല്ല. അയ്യോ, ഇവിടെ പ്രേതം ഉണ്ടോ? നീ വന്നപ്പോഴാ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയോട് വന്നിരുന്നേ. എന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കല്ലേ. എനിക്ക് പ്രേതത്തിനെ പിടിക്കാമെന്ന് അറിഞ്ഞൂടാ. നീ പിടിച്ചില്ലെങ്കിൽ നമ്മളെ 3 പേരെയും പ്രേതം പിടിക്കും. നിങ്ങൾ എന്നെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നേ. ഫ്രണ്ടിലോട്ട് വന്നില്ലേ? അങ്ങനെ അങ്ങ് നിന്നോ. അതെന്തിനാ? അല്ല, ഞാൻ ഇന്നെ ഇപ്പൊ പരിചയമല്ലേ ഉള്ളൂ പ്രേതം. നിങ്ങളാകുമ്പോ എത്രയോ നാളുകൊണ്ട് പരിചയമുണ്ട്. നിങ്ങൾ അങ്ങ് ലീഡ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെട്ട് എന്ന് പരിചയപ്പെടാൻ എന്റെ കുഞ്ഞമ്മയുടെ മോനല്ല, അത് പ്രേതമാണ്. ഞാൻ പ്രേതത്തിന് തളയ്ക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറി ഒന്ന് പ്രാർത്ഥിച്ചോ. എന്നെ ഒന്നും ചെയ്യാൻ അമ്മജി. കണ്ണുറക്കൂ 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 കണ്ണുറക്കില്ലേ. പ്രേതത്തിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത്രയൊക്കെ ചെയ്ത് തന്ന ഫ്രണ്ടിക്ക് ഞാൻ എന്ത് തരണം? ഒന്നും വേണ്ട. എനിക്കൊരു ടോർച്ച് തന്നെ അത് വീട്ടിൽ കൊണ്ടാക്കാൻ. എന്നെ ആ ജംഗ്ഷൻ വരെ നോക്കാം. എന്റെ അമ്മ അവിടെ ഒന്നിരിക്കും. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, മറന്നുപോയി. സോറിയേ. ബൈ. ഇവരെയാണോ നീ പ്രേതത്തിനെ ഒഴിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്തിയത്? നീ ഇപ്പൊ വായിച്ചു നിർത്തിയ വാർത്ത ഒന്നുകൂടെ വായിരടി. ഒന്ന് പോ അമ്മ. മക്കളുടെ കിടിലം പെർഫോമൻസ് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത് അല്ലേ? അല്ല, മക്കളായിട്ട് തോന്നിയില്ല, വലിയ ആൾക്കാർ പെർഫോം ചെയ്യുമ്പോൾ തോന്നി. അല്ല, 3 പേരും നല്ലൊരു ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇനി കുറച്ചും കൂടെ നമുക്ക് ടൈറ്റ് ഫൈൻ ട്യൂണിങ് ചെയ്യണം. ഓക്കെ, വാട്ട് യു സേ? അല്ലേ? അല്ല, സ്ക്രിപ്റ്റ് കിടിലാണ്. ഞാൻ കളിച്ചതാക്കണെങ്കിലേ ഉള്ളൂ. അവന് ഗുരുന്നുണ്ടെന്നുള്ള സാധനം. ഗുരു എന്താ ഗുരുത്വമുണ്ട്. നമുക്ക് പറയുന്നില്ല. ശരി, ഇവന്റെ ഒരു പുതിയ കഥയുണ്ട്. കഥ എന്ന് വെച്ചാൽ അല്ല, റിയൽ സംഭവം കേട്ടാ. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. അതായത് ഇവന്റ്സ്. ഇവനും ഇവന്റെ അമ്മയും കൂടിയാണ് ഇവിടെ ഷൂട്ടിന് വന്നത്. തിരിച്ചിവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ബാക്കി അവൻ പറയും. എന്നാടാ കഥ? പിന്നെ കഴിഞ്ഞ ഷെഡ്യൂളിൽ നടന്നല്ലോ. മറ്റേ നരസിംഹത്തിന്റെ സ്കിറ്റ് കഴിഞ്ഞിട്ടേ അമ്മയും കൂടെ പോവായിരുന്നു. അങ്ങനെ നമ്മള് ഇവിടെ എറണാകുളം നോർത്തിൽ എത്തി. നമ്മളങ്ങനെ കിടക്കായിരുന്നു. ഞാൻ അങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയത്. അപ്പൊ പ്ലാറ്റ്ഫോം നമ്പർ 1 കിടന്നുറങ്ങിയത്. ട്രെയിനിൽ വന്ന പ്ലാറ്റ്ഫോം നമ്പർ 4 ഇതിങ്ങനെ ഓർണ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തോ മനസ്സിൽ കണ്ടു ഓടി. അമ്മയെ വിളിച്ചോണ്ട് ഓടി. അപ്പോഴേക്കും ട്രെയിൻ ഇങ്ങനെ അനങ്ങി തുടങ്ങിയേ. ഞാൻ അമ്മയെ തുടങ്ങി, അമ്മ പിടിക്കുമല്ലേ, ചാടി പിടിക്കുമല്ലേ.
ധൈര്യമായിട്ട് നീ ചാടാ അങ്ങോട്ട്. ഞാൻ ചാടി കയറി എന്നപ്പോ അമ്മ പറയലേ മക്കളെ പറ്റണല്ലടാ. എന്ത് ഈ ഗോഡ് ഇൻസൈഡ് ദ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ അമ്മയും മോനും കൂടെ നിൽക്കാണ് ട്രെയിൻ ചാടി കയറാൻ. അപ്പൊ അമ്മയുടെ പറഞ്ഞു ചാടി കയറുമല്ലോ, ഓക്കെ പറഞ്ഞു. ഇവൻ ചാടി കയറി, അമ്മയ്ക്ക് പറ്റിയില്ല ചാടി കയറാൻ. അമ്മ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും. എന്നിട്ട് മറ്റേ ആ പടത്തിലെ പോലെ ടാറ്റ പറയണം രണ്ടുപേരൂടെ. ടാറ്റ പറയുന്നു, ഇവനും ടാറ്റ പറയുന്നു. ട്രെയിനിൽ കയറി പോയോ? ഞാൻ ട്രെയിനിൽ കയറി അല്പം ദൂരം എത്തിയപ്പോ ഞാൻ ഇങ്ങനെ നേരെ ഇങ്ങനെ നടച്ചെന്നതും 2-3 ചേട്ടന്മാര്. ഞാൻ ചേട്ടന്മാരെ ചെന്ന് പറഞ്ഞ് ഞാൻ നൈസ ബാഗ് എടുത്ത് മണ്ടയിലോട്ടിട്ട് ഇങ്ങനെ കയറിപ്പോയി. ചേട്ടൻ പറഞ്ഞു ആരാ? ഞാൻ പറഞ്ഞു അമ്മയെ കാണാനില്ല. കാര്യം മനസ്സിലായെന്ന് തോന്നണം. ഞാൻ ഫോൺ വാങ്ങിച്ച് അമ്മയെ വിളിച്ചു. അമ്മ പേടിക്കണ്ട. അപ്പൊ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, നീ പയ്യെ അങ്ങ് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി എന്നോ. ഞാൻ പറഞ്ഞു ഓ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മണ്ടേ കയറി കിടന്നപ്പോ പുള്ളി ആദ്യം വന്ന് വിളിച്ചു, ബിരിയാണി തന്നു. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു, മന്തി തന്നു. പിന്നെ 20 കുപ്പി വെള്ളം തന്നു. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് തമ്പാനൂര് SM-ന്റെ അടുത്ത് കൊണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് ലൈം ജ്യൂസ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഇവ അവിടെ പോയി ശേഷമാസത്തിന്റെ കൂടെ അവിടെ കിടന്ന് ഉറങ്ങി. ശേഷമാസല്ലണ്ണ പിന്നെ അവിടെ ഞാൻ അമ്മയെ കാണാൻ തേരപ്പാടി നടക്കണ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് ബാഗൊക്കെ ഇട്ട് കാര്യം പറഞ്ഞ് അമ്മ വന്ന പെണ്ണി നമ്മൾ രണ്ടിനും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിന്നെ പോയപ്പോ പുള്ളിയുടെ സാധനം എടുത്ത് ട്രെയിനിലും വെച്ച് പുള്ളി എനിക്ക് ചായയും വാങ്ങിച്ചതിട്ടാണ് പറഞ്ഞത്. അടുത്ത ട്രെയിനിൽ അമ്മ വരുന്നവരെ ഇവൻ ബംഗാളിയിലൂടെ കിടന്നുറങ്ങി. ബംഗാളി ഇവന് ആഹാരം വാങ്ങിച്ചു കൊടുത്തു. ഓ ഇത് ഇത് കേക്കുമ്പോ ഇത് പറയുമ്പോ തമാശയാണ്, പക്ഷെ ആലോചിച്ച് നോക്കിയേ. ഇത് നിനക്ക് ഇവിടെ സ്കിറ്റ് ആക്കാല്ലോ. അടുത്തവിടെ ഇത് ചെയ്തോ സ്കിറ്റ്. ഇങ്ങനെയൊക്കെയല്ലേ വരുന്നവര്. എന്തായാലും ഇനി നീ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ യാത്ര ചെയ്യണം. കുഴപ്പമില്ല, സൂക്ഷിക്കണം കേട്ടോ. ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്നുള്ളത് നോക്കിയാലോ ഗൈസ്. റെഡിയാണോ? കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കടി അതെന്താ സംഭവിച്ച? 26,000 നിന്നില്ലേ? പിന്നെ നീ എന്ത് മിണ്ടാതെ നിന്നത്? ഞാൻ കുറച്ചു നേരം അത് ആസ്വദിക്കുന്നു. 26,000 എന്താ ആസ്വദിക്കാൻ കിടക്കുന്നത്? അല്ല കിട്ടുന്ന പൈസ എത്രയായാലും നമ്മൾ അതിലൊരു ആസ്വാദനം. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി അമൗണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഭയങ്കര ആശ്വാസം. അപ്പൊ ശരി, ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത തവണ നമ്മൾ വീണ്ടും കാണും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ, ഈ ഗെയിം എന്ന് പറയുന്നത് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അങ്ങ് ചോദിക്കാൻ പോകും. ഇതിലുള്ള ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ തരണം. കുറച്ച് നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗെയിം. കണക്കാണോ? കണക്കാ, കുറച്ച് കണക്കാ. ഓക്കെ ചേച്ചി, നമ്മൾ പക്ഷെ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് എത്താവേ. ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണേ. 1 മുതൽ 100 വരെ എത്ര ഒന്നുണ്ട്? അതായത് 1 മുതൽ 100 വരെ നോക്കുമ്പോൾ എത്ര ഒന്നുണ്ട്? കുസൃതിയാണ്. കുസൃതി അല്ല, ഇത് ജനറൽ നോളജ് ആയിട്ട് കുറച്ച് ഉള്ളതാ. 99. അല്ല, അത് ശരിയാ ഉത്തരം. അതായത് 1 മുതൽ 100 വരെ എത്ര ഒന്നുണ്ടെന്ന്. അത് ശരിയാ. ഞാൻ പറയാം. 100 ഒന്നുണ്ടോ? ഇല്ല, ഞാൻ പറയട്ടെ. എത്ര ഒന്നുണ്ട് നാക്കിൽ പറയൂ. 11. 11 ഏതൊക്കെയാ? 1, 11, 21, 31, 41, 51, 61. അപ്പൊ ഈ 12ഉം 13ഉം ഒക്കെ എവിടെ പോയി? ഊട്ടിക്ക് പോയോ? അപ്പൊ 11ഉം 21. അതാണ്, അത് കറക്റ്റ്. അപ്പൊ മനസ്സിലാക്കിക്കോ പ്രേക്ഷകരെ, 1 മുതൽ 100 വരെ എത്ര ഒന്നുണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 21. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. 5 ഭാര്യമാരുള്ള വാക്ക്. ഹിന്ദി, കന്നഡ, തമിഴ് നമ്പേഴ്സ് ആണോ? ഇറ്റ്സ് എ ഇംഗ്ലീഷ് വേർഡ്. 5 ഭാര്യമാരുള്ള വാക്ക്. വൈഫൈ. ആ കറക്റ്റാ. കാര്യം എന്റെ ഫോണിൽ വൈഫൈ കിട്ടില്ല. ഞാൻ ശരി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണേ. മലപ്പുറംകാർ സീരിയസ് ആയിട്ട് ഇതിൽ പങ്കെടുത്താണോ? ഓക്കെ, റെഡി? ചോദിക്കട്ടെ. തലകുത്തി നിന്നാൽ വലുതാകുന്ന നമ്പർ? 9. അല്ല, 6. 9 എങ്ങനെയാ തലകുത്തിന്? പറ്റത്തില്ല. അല്ല, നിങ്ങൾ 9 തിരിച്ചിട്ട് 6 ആണ്, പക്ഷെ ഞാൻ 6 തിരിച്ചിട്ടപ്പോ കൂടിയില്ലേ? വീണ്ടും ശ്രീവിദ്യ കൊണ്ടേയിരിക്കുന്നത് കാസർഗോഡ് കൊണ്ടാണോ തിരുവനന്തപുരം കൊണ്ടാണോ എന്നുള്ള? അല്ല, പോണ വഴിക്ക് ഇവര് മലപ്പുറത്ത് നിന്ന് പിടിക്കും, പിന്നെ ഞാൻ എന്തിനു കൊണ്ടുവന്നു? അപ്പൊ പിന്നെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നിങ്ങൾ ഗംഭീരമായിരുന്നു, നിങ്ങളും ഗംഭീരമായിരുന്നു, നിങ്ങളും അടിപൊളിയായിരുന്നു. ട്രൈ ചെയ്തു, എൻജോയ് ചെയ്തില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും കാണും. ശ്വേത ചേച്ചി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ്,
നമുക്ക് അടുത്ത ദിവസം കാണാം. അതിരിക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.